ചിറാപുഞ്ചിയിലെ എൻ്റെ ആദ്യത്തെ ദിവസമാണിത്. ഞാൻ ഹോം സ്റ്റേയുടെ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച അതിസുന്ദരമായി നിൽക്കുന്ന നമ്മുടെ പൂക്കളും അതിൻ്റെ ഇലയും അതിൻ്റെ ചെടിയുമാണ്. ഈ ഇലകൾക്കും പൂക്കൾക്കുമൊക്കെ ഇത്രയേറെ ഭംഗി വരാൻ കാരണം ഈ പ്രഭാതത്തിലെ സൂര്യരശ്മികൾ ഇതിലേക്ക് അടിക്കുമ്പോഴുള്ള ഈ ഒരു ഷൈനിങ് ആണ്. സത്യം പറഞ്ഞാൽ രാവിലത്തെ, അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഇത്ര ഭംഗിയിൽ ഈ ഒരു പ്രഭാത പുലരി കാണാൻ പറ്റുന്ന ചില സ്ഥലങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ നമ്മളൊന്നും അത് ശ്രദ്ധിക്കാറില്ല. വേറൊരു നാട്ടിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ ഇതെല്ലാം ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ഞാൻ ഹോം സ്റ്റേയുടെ ഓരോ പടികളും താഴേക്ക് ഇറങ്ങിക്കൊണ്ട് ഞാൻ താഴോട്ട് പോവുകയാണ്. ഒരു കുന്നിൻ്റെ മുകളിലാണ് ഹോം സ്റ്റേ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം താഴോട്ട് സ്റ്റെപ്പായിട്ട് ഇറങ്ങേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, അത്യാവശ്യം നല്ല രീതിയിലുള്ള തണുപ്പുണ്ട്. ഞാൻ ശരിക്കും നന്നായിട്ട് വിറക്കുന്നുണ്ട് ഈ സമയത്ത്. പിന്നെ വേറൊരു കാര്യം, ഈ സമയം എത്ര മണിയായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? എല്ലാവർക്കും ഇപ്പോൾ തോന്നുന്നുണ്ടാവും ഒരു 7-8 മണി ആ സമയമായിരിക്കുന്നു. ശരിക്കും എന്നാൽ അത് തെറ്റാണ്. രാവിലെ 5:30 മണിയാണ് ഈ സമയം. 5:30 മണി, 5 മണിയൊക്കെ ആകുമ്പോഴേക്ക് നേരം വെളുക്കും, ഇവിടെ വെളിച്ചം വരും. ഇപ്പോൾ ശരിക്കും സമയം 5:30 മണിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ 5:30 മണിക്ക് എവിടെയെങ്കിലും സൂര്യൻ ഉദിച്ചിട്ടുണ്ടോ? എന്ത് ഭംഗിയാണ് സൂര്യനെ കാണാൻ. ഇവിടെ സത്യം പറഞ്ഞാൽ ഈ പ്രഭാതത്തിന് ഒരു ഭംഗിയുണ്ട് കേട്ടോ. അതും ചെറിയ ഭംഗിയൊന്നുമല്ല, അത്യാവശ്യം നല്ല രീതിയിലുള്ള നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഭംഗി തന്നെയാണ് ഇവിടുത്തെ പ്രകൃതി നമുക്ക് ഒരുക്കിയിട്ടുള്ളത്. അങ്ങനെ ഞാൻ ഹോം സ്റ്റേയുടെ ഗേറ്റ് തുറന്ന് പുറത്തോട്ട് ഇറങ്ങുകയാണ്. പ്രഭാത കാഴ്ചകൾ എന്തൊക്കെയുണ്ടെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലായിടത്തും ഈ ഒരു പൂക്കളെല്ലാം വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. നേരത്തെ കാണിച്ച പൂക്കൾ അത് അവരവിടെ വളർത്തുന്നൊന്നുമല്ല. റോഡ് സൈഡിലെല്ലാം നമുക്കത് കാണാൻ പറ്റും. റോട്ടിലൊന്നും ഒരു മനുഷ്യക്കുഞ്ഞ് പോലുമില്ല, വണ്ടികളില്ല, ഒന്നുമില്ല. പിന്നെ ഒരാൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടി വരുന്നുണ്ട്. രാവിലെ ജോഗിങ്ങിന് ഇറങ്ങിയാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള തണുപ്പുണ്ട്. അതുകൊണ്ട് ഞാനൊരു ജാക്കറ്റ് ഇട്ടിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. റോഡിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നല്ലൊരു മനസ്സിനൊരു സമാധാനവും സന്തോഷവും, എന്താ പറയുക, സത്യം പറഞ്ഞാൽ അത് അനുഭവിച്ചിട്ട് തന്നെ അറിയണം. അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ത്രില്ല് മനസ്സിലാവുള്ളൂ. ഞാൻ പറയുമ്പോൾ ശരിക്കും നിങ്ങൾക്കത് മനസ്സിലാവില്ല. ഇത് കണ്ടോ, വിജനമായ റോഡ്. ഇപ്പോൾ നമ്മൾ ഒരാളെ കണ്ടിട്ടുള്ളൂ. അതുപോലെ തന്നെ ആരുമില്ല ഈ സമയത്തൊന്നും. റോട്ടിലേക്കൊന്നും ആരും ഇറങ്ങിയിട്ടില്ല. എല്ലാവരും നല്ല ഉറക്കത്തിലാണ് തോന്നുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മളെവിടെയൊക്കെ നേരം വെളുത്തിട്ടുണ്ടെങ്കിൽ ആളുകൾ നന്നായിട്ട് പുറത്തിറങ്ങുന്ന സമയമാണ്. അപ്പം ഞാനിങ്ങനെ നടന്നപ്പോൾ ഒരു കുഞ്ഞു വെള്ളച്ചാട്ടം കണ്ട്. അതായത് വെള്ളച്ചാട്ടം എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു അരുവി. ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്ന ഒരു അരുവി. അവിടെ ഇറങ്ങി. വെള്ളത്തിനൊക്കെ നല്ല തണുപ്പാണ്. നമ്മുടെ ഈ ഫ്രീസറിൽ നിന്ന് എടുത്ത വെള്ളത്തിനേക്കാളും തണുപ്പാണ് ഈ വെള്ളത്തിനൊക്കെ. നല്ല ഭംഗിയുണ്ട് ഈ സ്ഥലങ്ങളൊക്കെ. അതായത് ഓവ് പോലത്തെ വലിയൊരു തുരങ്കം പോലത്തെ ഒരു സാധനമുണ്ട്. ഉള്ളിലൂടെയാണ് ഈ വെള്ളം ഒഴുകി പോകുന്നത്. പിന്നെ അവിടെ ഈ റോഡ് സൈഡിലൊക്കെ ഉള്ള പൂക്കളും കാര്യങ്ങളെല്ലാം അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. ഇതൊന്നും അവർ നട്ടു വളർത്തുന്നതോ അല്ലെങ്കിൽ വെച്ച് പിടിപ്പിച്ചോ ഒന്നുമല്ല, സ്വയമേ ഉണ്ടായതാണ്. ഇപ്പോൾ ഞാൻ പോകുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് ഡെസ്റ്റിനേഷനായ, അതായത് ഈ മേഘാലയൻ ട്രിപ്പിൻ്റെ സോൾ എന്നൊക്കെ പറയാവുന്ന ലിവിൻ റൂട്ട് ബ്രിഡ്ജും, പിന്നെ അതുപോലെ ബ്ലൂ ലഗൂൺ വാട്ടർഫോളും, പിന്നെ അതുപോലെ റെയിൻബോ വാട്ടർഫോളൊക്കെ അടങ്ങിയിട്ടുള്ള ടിർന വില്ലേജിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ പോകുന്നത്. നല്ല റോഡുകളൊക്കെ നല്ല ഭംഗിയാണ്, ഭയങ്കര വൃത്തിയാണ് ഇവിടുത്തെ റോഡുകൾക്കൊക്കെ. രണ്ട് സൈഡിലും ഫുൾ കാടുകളും മലകളും, പിന്നെ അതുപോലെ തന്നെ വെള്ളച്ചാട്ടങ്ങളും. ഈ മേഘാലയ മുഴുവൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഈ രണ്ട് സൈഡിലും തിങ്ങി നിൽക്കുന്ന കുന്നുകളും, പിന്നെ അതിൻ്റെ മുകളിൽ മരങ്ങളും കാടുകളും. അതായത് ഈ റോഡ് മൊത്തം, അതായത് നമ്മൾ പോകുന്ന ടിർന വില്ലേജിലേക്ക് പോകുന്ന കംപ്ലീറ്റ് സ്ഥലവും ഇങ്ങനെ തന്നെയാണ്. ഈ റോഡുകളെല്ലാം കിടക്കുന്നത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഭംഗിയുണ്ട്. വളഞ്ഞു തിരിഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, ചെറിയ അതായത് ഡബിൾ സൈഡ് റോഡാണെന്നുണ്ടെങ്കിലും ചെറിയ റോഡാണ്. അപ്പോൾ വേറൊരു വണ്ടിക്കാർക്ക് സൈഡ് കൊടുക്കാനോ
അത് അത്യാവശ്യം വലിയൊരു വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ സൈഡ് കൊടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഫസ്റ്റ് കാണുന്ന സൈഡിൽ ഒതുക്കിയിട്ടൊക്കെ എടുക്കണം. പക്ഷെ എന്നാലും കുഴപ്പമില്ല, തിരക്കൊക്കെ കുറവാണ്. ഞാൻ രാവിലെ തന്നെ ഇറങ്ങിയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല തിരക്ക് കുറവുണ്ട്. അപ്പോൾ നമുക്കൊരു 9 മണിയൊക്കെ ആകുമ്പോഴേക്ക് അവിടെ എത്തണം. കാരണം 9 മണിക്കാണ് നമ്മൾ അവിടുന്ന് ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ പ്രധാന ട്രെക്കിംഗ് ആണ് ഇവിടെ. നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ടിർണ വില്ലേജിലേക്ക് നമ്മൾ കടന്ന് അതിനുശേഷം നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 3500ഓളം സ്റ്റെപ്പുകൾ നമുക്ക് കവർ ചെയ്യാനുണ്ട്. അതായത് 3500 സ്റ്റെപ്പ് അങ്ങോട്ടും ഉണ്ട്, 3500 സ്റ്റെപ്പ് ഇങ്ങോട്ടും ഉണ്ട്. അതായത് അടിയല്ല കേട്ടോ, ഓരോ സ്റ്റെപ്പിൻ്റെ എണ്ണമാണ് ഞാൻ പറഞ്ഞത്. അടി എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഒരു 20,000 അടിയെങ്കിലും നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇറങ്ങിപ്പോകുന്നത് ലിവിൻ റൂട്ട് ബ്രിഡ്ജ് ആയിട്ടുള്ള ഡബിൾ ഡെക്കർ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. ഇവിടെയൊക്കെ വില്ലേജസും പിന്നെ അതുപോലെ തന്നെ ആളുകളൊക്കെ താമസിക്കുന്ന സ്ഥലം തന്നെയാണ്. ഈ കാടിനുള്ളിൽ ഒരുപാട് അവിടുത്തെ പഴയ ആളുകളൊക്കെ താമസിക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്തും ഒരുപാട് ഹോം സ്റ്റേകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ പിന്നീട് ഞാൻ താഴെ എത്തിയപ്പോഴാണ് മനസ്സിലാക്കിയത്. ശരിക്കും നമ്മൾ ഈ ട്രിപ്പൊക്കെ എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ട്രെക്കിങ് ചെയ്യാൻ തന്നെ വേണം കേട്ടോ. കാരണം ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഈ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അതായത് കുറേ കാലത്തിന് ശേഷം, അതായത് ഒരു 7 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനൊരു ട്രെക്കിംഗ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ ഇങ്ങനെയുള്ള സ്റ്റെപ്പ് ട്രെക്കിംഗ് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അത് ഫസ്റ്റ് ടൈമാണ് എൻ്റെ ലൈഫിലെ അനുഭവമാണ്. അപ്പോൾ ഈ സ്റ്റെപ്പുകൾ ഓരോന്ന് താഴേക്ക് ഇറങ്ങി പോകണം. അതുപോലെ തന്നെ ഈ 3500 സ്റ്റെപ്പുകളും മുകളിലോട്ട് കയറണം എന്ന് ആലോചിക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ പോകുമ്പോൾ അതൊന്നും ആലോചിക്കില്ല. കാരണം നമ്മൾ ഫസ്റ്റ് വന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ പോവുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ നമ്മൾ പോകുന്ന സമയത്ത് സൈഡിലൊക്കെ ഒരുപാട് കടകളുണ്ട്. അവിടെയൊക്കെ നമുക്ക് ഓറഞ്ച്, പിന്നെ അതുപോലെ തന്നെ ലെമൺ ജ്യൂസസ്, അങ്ങനെയുള്ള നമുക്ക് നൂഡിൽസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ലഭ്യമാണ്. അപ്പോൾ പിന്നെ കുറച്ചും കൂടി അങ്ങോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഗൂഗിൾ പേ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യില്ല. കാരണം അവിടെ ഒന്നും റേഞ്ചും കാര്യങ്ങളൊന്നും കിട്ടില്ല. അപ്പോൾ ഇനി ഇതുപോലെ വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ കയ്യിൽ കുറച്ച് ലിക്വിഡ് മണി കൂടി കരുതണം. ഞാനിപ്പോൾ 9 മണി സമയത്ത് ഇറങ്ങുന്നത് കൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. ആ സമയത്ത് ഇപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ ഇവിടേക്ക് ആളുകൾ വരുന്നൊന്നുമില്ലെന്ന് നമ്മളിങ്ങനെ തോന്നിപ്പോകും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ആളുകളുടെ തിരക്ക് കാരണം, അതായത് തിരക്ക് കാരണമല്ല, തിരക്ക് കാണുമ്പോൾ നമുക്ക് തോന്നും ഇപ്പം നമ്മൾ പ്രതീക്ഷ വന്ന എല്ലാ കാര്യങ്ങളും, അത്യാവശ്യം ആളുകൾ വരുന്ന ഒരു പീക്ക് സ്ഥലം തന്നെയാണ് മേഘാലയയുടെ ഈ ഒരു സ്ഥലം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകുന്നത് റൂട്ട് ബ്രിഡ്ജ് കാണാനാണ്. എൻ്റെ മനസ്സിലുള്ള അതായത് നമ്മൾ ഗൂഗിളിലെല്ലാം സെർച്ച് ചെയ്തിട്ടാണല്ലോ കാണാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മനസ്സിലൊരു ചിത്രമുണ്ട്. പിന്നെ കണ്ടോ, ദൂരെ നമ്മൾ മലകളെല്ലാം കാണുന്നുണ്ട്. അവിടേക്കൊക്കെ നമ്മൾ എത്തുമെന്ന് അറിയില്ല, പോയി നോക്കാം. പിന്നെ ഇങ്ങനെ പോകുന്ന സമയത്തൊക്കെ ഈ കാട്ടിലൊന്നും മൃഗങ്ങളൊന്നും കാണുന്നില്ല കേട്ടോ. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഇവിടെ ജനവാസ മേഖല ആയതുകൊണ്ടാണെന്നറിയില്ല. ഒരു ചെറിയ മൃഗങ്ങളെ പോലും ഞാൻ കണ്ടില്ല. ഈ സ്ക്യൂറലോ പിന്നെ അതുപോലെ തന്നെ മങ്കീസ് അങ്ങനത്തേനൊന്നും ഞാൻ കാണുന്നില്ല അവിടെ. ഇത്രയും നടന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇനി കാണുമെന്ന് അറിയില്ല, പോയി നോക്കാം. അതുപോലെ തന്നെ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടൊക്കെ യാത്ര ചെയ്യാനും അതുപോലെ തന്നെ ട്രെക്കിംഗ് ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർക്കൊക്കെ വരാൻ പറ്റിയ ബെസ്റ്റ് പ്ലേസ് ആട്ടോ ഈ ടിർണ വില്ലേജ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വഴി തെറ്റാൻ വളരെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് പോകേണ്ട ഡെസ്റ്റിനേഷൻ ഓൾറെഡി അതിനകത്ത് നമ്മൾ പോകുന്ന വഴി തന്നെ അവർ എവിടേക്കാണ് പോകേണ്ടത്, ഏത് വില്ലേജിലേക്കാണോ പോകേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത്, അതായത് നമുക്ക് അവിടെ ഒരു ആരോ മാർക്കും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. കണ്ടോ, ഒരു പ്രായമായ അമ്മച്ചി കയറി വരുന്നു. എല്ലാവരുടെ കയ്യിലും വടി ഉണ്ടാവും കേട്ടോ. അവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് വടി അവർ തരും. അപ്പോൾ ഒരു വടിക്ക് എത്ര 20-30 രൂപ കൊടുത്താൽ മതി. പിന്നെ എല്ലായിടത്തും ഇതുപോലെ തന്നെ സോളാർ പാനലുണ്ട്. അതുകൊണ്ട് കറണ്ടൊക്കെ, അതായത് നമ്മൾ തിരിച്ച് കയറുമ്പോൾ ചിലപ്പം ഇരുട്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ രാവിലെ 5 മണിയാകുമ്പോഴേക്ക് ഇവിടെ വെളിച്ചം വെക്കുന്ന പോലെ ഒരു 4 മണി 4:30 ഒക്കെ ആകുമ്പോഴേക്ക് ഇരുട്ടായി തുടങ്ങും. അപ്പോൾ തിരിച്ച് കയറുന്ന സമയത്ത് ചിലപ്പം ഇരുട്ടാവും. ആ സമയത്ത് നമ്മളൊരു ടോർച്ചൊക്കെ കയ്യിൽ കരുതുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. ഈ സോളാറിൻ്റെ ലൈറ്റ് എല്ലായിടത്തും ഒന്നുമില്ല. അത്യാവശ്യം ലോങ് ഡിസ്റ്റൻസിലാണ് ഈ സാധനം വെച്ചിട്ടുള്ളത്. ചില കത്തുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കണ്ടോ, ഒരു പ്രായമായ ഒരു അങ്കിളൊക്കെ കയറി വരുന്നുണ്ട്. അവരെല്ലാം ഫുൾ കവർ ചെയ്തോന്ന് എനിക്കറിയില്ല. നമുക്ക് എന്തായാലും റെയിൻബോ വാട്ടർഫോൾ വരെ പോകേണ്ടതുണ്ട്. അതാണ് ഇതിൻ്റെ എൻഡ് ഓഫ് ദി ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഇന്നത്തെ. അപ്പോൾ അവിടം വരെ പോയിട്ട് നമുക്ക് തിരിച്ചു വരണം.
ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ ഈ സ്ഥലങ്ങളും ഇത്രയേറെ ഭംഗിയുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ശരിക്കും ഇതിൻ്റെ ഭംഗി ഈ വീഡിയോയിൽ കിട്ടിയിട്ടില്ല. അത് നിങ്ങൾ പോയി തന്നെ അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ്. ഒരിക്കലെങ്കിലും ഇങ്ങോട്ട് പോകാൻ ശ്രമിക്കുക. മാക്സിമം നേരത്തെ തന്നെ പോവുക. ഈ മുട്ടുവേദനയും കാര്യങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് പോകുന്നതാണ് ഏറ്റവും ബെറ്റർ. അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിച്ച് നമുക്ക് കയറാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ താഴെ എത്തിയതിന് ശേഷം പിന്നെ ഇങ്ങോട്ട് കയറാൻ ഒരു നിലക്കും പറ്റാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊരു സ്ട്രെച്ചറുണ്ട്, അവരുടെ തന്നെ ഒരു സ്ട്രെച്ചറാണ്, അതിനകത്ത് കിടത്തിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും. ഒരാൾക്ക് എത്ര 10,000 രൂപയായിട്ടാണ് അവർ ഈടാക്കുന്നത്. പിന്നെ ഇത് അവിടുത്തെ ഒരു ബ്രിഡ്ജാണ്, ഫസ്റ്റത്തെ ഒരു നമ്മുടെ തൂക്കുപാലം എന്നൊക്കെ പറയാവുന്ന പോലത്തെ ഒരു ഇരുമ്പിൻ്റെ ബ്രിഡ്ജാണ്. കുഴപ്പമില്ല, നടക്കുമ്പോൾ നല്ലൊരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് ബ്രിഡ്ജുകൾ നമുക്ക് താണ്ടേണ്ടതുണ്ട്, എന്നിട്ടാണ് നമ്മൾ അങ്ങോട്ട് എത്തുള്ളൂ. പിന്നെ ഈ ബ്രിഡ്ജിൽ നിന്ന് നമുക്ക് താഴോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ നല്ല തെളിഞ്ഞ വെള്ളമാണ് കാണാൻ പറ്റുന്നത്. അതായത് ഞാൻ പോകുന്ന സമയം ഈ സെപ്റ്റംബർ നവംബർ സമയം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം മഴയൊന്നും ഇല്ലാത്ത സമയമാണ്. നല്ല തെളിഞ്ഞ വെള്ളമാണ് സമയത്ത് കാണാൻ പറ്റുന്നത്. മഴക്കാലത്തൊക്കെ ഇങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, കുത്തിയൊലിച്ച് പോകുന്ന സമയമായിരിക്കും വെള്ളമൊക്കെ. അത്യാവശ്യം നല്ല നമുക്ക് ഇങ്ങോട്ടൊക്കെ ഇറങ്ങാൻ പറ്റും കേട്ടോ, താഴോട്ടൊക്കെ ഇറങ്ങാം. താഴോട്ട് ഇറങ്ങാം, ആ വെള്ളത്തിൽ നമുക്ക് വേണമെങ്കിൽ സ്വിം ചെയ്യാം, അതൊന്നും കുഴപ്പമില്ല. ഇതുപോലത്തെ ഒരുപാട് വെള്ളച്ചാട്ടം നമുക്ക് ഇനിയും കാണാനുണ്ട്. അപ്പോൾ എൻ്റെ യാത്ര വീണ്ടും തുടരുകയാണ്. വീണ്ടും സ്റ്റെപ്പുകൾ കയറി 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 പോവുകയാണ്. അപ്പോൾ ഇനി അതായത് തിരിച്ച് കയറുകയല്ല കേട്ടോ ഇത് നമ്മൾ താഴോട്ട് ഇറങ്ങിയിട്ട് വീണ്ടും ഒരു മല കയറണം. അതുപോലത്തെ നിരവധി മലകൾ കയറിയിട്ട് വേണം നമുക്ക് അങ്ങോട്ട് എത്താൻ. അപ്പോൾ കുറേ കയറ്റങ്ങളും ഉണ്ടാവും, സ്റ്റെപ്പുകൾ വീണ്ടും കയറേണ്ടി വരും താഴോട്ട് പോകുന്ന സമയത്ത് തന്നെ. ഇപ്പോൾ എവിടെ എത്തിയിട്ടുണ്ട് ഞാൻ, എവിടെയൊന്നും അറിയില്ല, ജസ്റ്റ് നോക്കുകയാണ്. നല്ല സീനറി കണ്ടപ്പോൾ ജസ്റ്റ് എടുത്തേ ഉള്ളൂ. കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലായിടത്തും മലയാണ്, മലയും കാടും വെള്ളച്ചാട്ടവും അരുവികളും. നമ്മൾ പഴയ കഥകളിലൊക്കെ വായിക്കുന്ന സെയിം ഫീൽ, അതായത് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. അതായത് ഈ മരങ്ങളും വെള്ളച്ചാട്ടങ്ങളും മലകളുടെ ഇടയിലൂടെ ഒഴുകി വരുന്ന വെള്ളവും ഇതൊക്കെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളാണ്. ഇതൊന്നും ആരും ഇവിടെ നിൽക്കാനോ അവിടേക്ക് പോകാനൊന്നും നോക്കുന്നില്ല, കാരണം ഇതിനും വലുത് നമുക്ക് കാണാനുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും അങ്ങോട്ട് പോകുന്നുണ്ട്. ഇത് അത്യാവശ്യം സൂം ചെയ്തെടുത്തതാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്ഥലമാണ്. ഇതാണ് ബ്ലൂ ലഗൂൺ വാട്ടർഫോള്. നമ്മൾ പോകുന്ന സമയത്ത് അങ്ങോട്ട് പോകുന്നില്ല, ഇനി വരുമ്പോൾ സമയത്ത് നമുക്ക് നോക്കാം. നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ, അതായത് മെയിൻ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് റെയിൻബോ വാട്ടർഫോളാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് എത്തണം. അപ്പോൾ ഇനിയും അങ്ങോട്ട് നടക്കാനുണ്ട്. ഇപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് റെയിൻബോ വാട്ടർഫോള്. നല്ല വെയിലുള്ള സമയത്ത് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ കൂടെ നല്ലൊരു റെയിൻബോ അവിടെ തെളിഞ്ഞു നിൽക്കും. അങ്ങനെയാണ് അതിന് റെയിൻബോ വാട്ടർഫോൾ എന്ന പേര് വീണത്. അപ്പോൾ ഈ വെള്ളച്ചാട്ടം ഇതാണ് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഇന്നത്തെ. ഇപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഇനി തിരിക്കേണ്ടത്. ഇതാണ് മെയിൻ നമ്മൾ കാണാൻ ആഗ്രഹിച്ച റെയിൻബോ വാട്ടർഫോൾ. പിന്നെ ആ വെള്ളത്തിൻ്റെയൊക്കെ ഒരു ഭംഗി നോക്കി, അതായത് ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ കാണുമെന്ന് എനിക്ക് അറിയുന്നില്ല, പക്ഷേ ശരിക്കും നേരിട്ട് കാണുമ്പോൾ ബ്ലൂ കളറാണ് ഈ വെള്ളത്തിന്. അതായത് നല്ല പച്ച, ഞാൻ ഫിൽറ്റർ ആഡ് ചെയ്തുകൊണ്ടാണെന്ന് അറിയില്ല, അതായത് ഇപ്പോൾ അത്യാവശ്യം പച്ച കളറായിട്ടാണ് നിങ്ങൾക്ക് കാണുന്നത്, പക്ഷേ ശരിക്കും ഈ വെള്ളത്തിൻ്റെ കളർ ബ്ലൂ കളറാണ്. അതായത് പ്യുവർ ബ്ലൂ ഇതിനില്ലെങ്കിലും പ്യുവർ ബ്ലൂ വരുന്നത് ബ്ലൂ ലഗൂൺ വാട്ടർഫോളിനാണ്. നമ്മൾ തിരിച്ചു പോകുമ്പോൾ അത് കാണാം. അങ്ങനെ കുറച്ച് നേരം ഞാൻ വാട്ടർഫോളൊക്കെ ആസ്വദിച്ച് വീണ്ടും തിരിച്ച് നടക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ തിരിച്ച് നടന്ന് ഇങ്ങനെ പോകുമ്പോൾ ഇതിനകത്ത് ഞാൻ റൂട്ട് ബ്രിഡ്ജ് കാണിച്ചിട്ടില്ല. ആ സമയത്ത് എനിക്കതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം അത്യാവശ്യം ക്രൗഡ് ഉണ്ടായിരുന്നു ആ ഏരിയയിൽ. അപ്പോൾ അവിടെ നിന്ന് അധികം ഫോട്ടോ എടുക്കാനുള്ള സമയമൊന്നും അവർ തന്നില്ല. നമുക്ക് നോക്കാം, ഇനി പോകുമ്പോൾ റൂട്ട് ബ്രിഡ്ജ് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം. അങ്ങനെ ഞാൻ തിരിച്ച് നടക്കുകയാണ്. അതായത് നമ്മുടെ ഇറങ്ങിയ സ്ഥലത്ത് തന്നെ ഏകദേശം നമ്മൾ 9 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഈ റെയിൻബോ വാട്ടർഫോളിലെത്തിയ സമയം എത്രയെന്ന് അറിയോ? 1 മണിയായിട്ടുണ്ട്. അത്യാവശ്യം നടന്നിട്ടുണ്ട് നമ്മൾ. അതായത് തീരെ റെസ്റ്റ് എടുക്കാതെയാണ് നമ്മൾ നടന്നിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മൾ 1 മണിക്കെങ്കിലും എത്തിയത്. ഇതിപ്പോൾ ഞാൻ റൂട്ട് ബ്രിഡ്ജിൻ്റെ താഴെയുള്ള ഒരു ചെറിയൊരു അരുവിയുണ്ട്, അതിലിറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ അവിടെ കുറേ ഫിഷസിനെ കണ്ടപ്പോൾ അത് വന്ന് കാലിൽ നന്നായിട്ട് മസാജ് ചെയ്യാൻ നോക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ആണ് എടുത്തേക്കുന്നത്. ഫിഷസ് ചിലതൊക്കെ വരുന്നുണ്ട് കാലിലേക്ക്.
വലിയ വലിയ ഫിഷസ് ഉണ്ട് കേട്ടോ, പക്ഷേ അതൊന്നും നമ്മുടെ അടുത്തേക്ക് വരുന്നില്ല. അത്യാവശ്യം അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത ഫിഷസൊക്കെയാണ് നമ്മുടെ കാലിൽ വന്നിട്ട് മസാജ് ചെയ്യുന്ന പോലെയൊക്കെ നമുക്ക് നല്ലൊരു ഫീല് വരുന്നുണ്ട്. ഫസ്റ്റ് എനിക്ക് ഈ കാലിങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ഈ ഫിഷസ് വരുമ്പോൾ ഭയങ്കര ഒരു ഇറിറ്റേഷൻ, അതായത് ഒരു അൺകംഫർട്ടബിൾ ഫീൽ ചെയ്ത്. ഇപ്പോൾ കുഴപ്പമില്ല. കുറച്ച് നേരം ഫിഷസ് വന്നതിന് ശേഷം ഇപ്പോൾ അത്യാവശ്യം കുറച്ചും കൂടി വലുതൊക്കെ വരുന്നുണ്ട്. വലുതൊക്കെ വന്നിട്ട് നമ്മുടെ കാല് അത്യാവശ്യം നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്യണ പോലെക്ക് ഇതാക്കുന്നുണ്ട്. അവർ എന്തോ കഴിക്കാനുള്ള എന്തെങ്കിലും കിട്ടുമെന്ന് കരുതിയിട്ടാവും ഇങ്ങനെ വന്നിട്ടുള്ളത്. പക്ഷേ നമുക്കൊരു നല്ലൊരു ഫീലും കിട്ടുന്നുണ്ട്, മനസ്സിന് സമാധാനവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നമുക്ക് അടുത്ത എപ്പിസോഡുമായി കാണാം. ഓക്കെ, സി യു, ബൈ.